ഹലോ, വീണ്ടും ലക്ഷദ്വീപിലെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ മെയിൻ ടീം വരികയാണ് ലക്ഷദ്വീപിലേക്ക്. അവർ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞാനും സലാവും കൂടി രാവിലെ തന്നെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവുകയാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുറച്ച് പറമ്പിൽ കൂടി വേണം പോകാൻ. പക്ഷെ മണലിൽ കൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ ഞാൻ വീഴുമെന്നൊക്കെ പേടിച്ചിട്ടാണ് സലാവിൻ്റെ ബാക്കിലിരിക്കുന്നത്. ലക്ഷദ്വീപിൽ അഗത്തി ഐലൻഡിലാണ് എയർപോർട്ടുള്ളത്. എയർപോർട്ട് എന്ന് പറയുന്നത് അഗത്തി ഐലൻഡിൻ്റെ ഏറ്റവും എൻഡിൽ, നോർത്തേൺ എൻഡിനാണുള്ളത്. അവിടുന്ന് കുറേ ഇങ്ങോട്ട് മാറിയിട്ടാണ് നമ്മൾ ആളുകളൊക്കെ താമസിക്കുന്ന വില്ലേജൊക്കെ ഉള്ളത്. ഭയങ്കര രസമാണ് ലക്ഷദ്വീപിലെ ഈ അഗത്തി എയർപോർട്ടിലേക്കുള്ള യാത്ര. കാരണം രണ്ട് സൈഡിലും നമുക്ക് കടൽ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള തെങ്ങും കുറച്ച്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അടിച്ചിരുന്ന ടെൻഷൻ നല്ല CRPF നോക്കിയപ്പോൾ ഞാൻ ഇനി അലൗഡ് അല്ലേ എന്ന് വിചാരിച്ചു വീഡിയോ എടുക്കുന്നത്. നമ്മളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ അളവേന്ന് വരെ വിളിച്ചു പോയി. അതായത് നമ്മളൊരു വിശ്വാസിയാകുന്നത് നമ്മൾ വലിയ വലിയ പ്രയാസത്തെ പോയി കൊടുക്കണം. സോ എന്തായാലും അവരുടെ ഫ്ലൈറ്റിലൂടെ ലാൻഡ് ചെയ്തു. അപ്പോൾ ടീം ഐ എം സോ എക്സൈറ്റഡ് ടു വെൽക്കം ദം. കാരണം അതിൽ ചേച്ചീനെ അശോക് സാറിനെ എനിക്ക് അറിയുള്ളൂ, കണ്ടിട്ടുള്ളൂ. പക്ഷേ സിൽവി ചേച്ചിയൊക്കെ നമ്മുടെ കൂടെ ട്രിപ്പ് വന്നിട്ട ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ നേരിട്ട് അറിയുന്നവരെ നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ ഞാനിവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് വന്നത്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു ഗസ്റ്റാണ്. അവർ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. 15 പേര് അവരുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇപ്പോൾ ഹലോ ഇൻഡിഗോ ഫ്ലൈറ്റ്. സോ അവരിപ്പോൾ ഇനി ഇറങ്ങി വരുന്നത് നമുക്ക് നോക്കാം. ബച്പൻ ഘോഷും ഫാമിലിയും വെസ്റ്റേൺ ജെട്ടിയിൽ കുളിക്കാൻ വേണ്ടി കൊണ്ടുപോയി അവരെ. അങ്ങനെ 11:35 നമ്മുടെ ഫ്ലൈറ്റ്. കറക്റ്റ് 11:30 ഒക്കെ ആയപ്പോൾ തന്നെ ലാൻഡ് ചെയ്തിട്ടു. സമയത്ത് 11:30. അശോക് സാർ, ലിസ് ചേച്ചി ഒക്കെ വരുന്നുണ്ട്. മേരി ചേച്ചിയുടെ സിസ്റ്ററാണ് ലിസ് ചേച്ചി. മേരി ചേച്ചി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു കുറേ ഗസ്റ്റ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് ദേ കമ്മിങ് വൺസ് അഗെയിൻ. അവരെ ഞാൻ ടീമിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് എടുക്കാമെന്നങ്ങ് ഡിസൈഡ് ചെയ്തത്. കാരണം അവരിനെയൊക്കെ വീണ്ടും കാണാൻ എനിക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു. അവരുടെ ടീം അതായിരുന്നു. He'll take from there. നമ്മളുടെ ടീമുമായിട്ട് വന്നിട്ട് ഇവിടെ സൈറ്റ് സീയിന് വന്നതാണ്. ഇപ്പോൾ വെസ്റ്റേൺ ജെട്ടിയിൽ. സോ എല്ലാ ചേച്ചിമാരും ഉണ്ട്. So that's the last step. Then we'll be returning to home. അത് രാത്രി പോകുന്നു. ഓക്കെ 7:30. അങ്ങനെ ഗസ്റ്റിന് വേണ്ടി ഒരു വിശിഷ്ടമായ തെങ്ങിൽ നിന്നും ചെത്തിയെടുക്കുന്ന ശുദ്ധമായ തെങ്ങിൻ്റെ നീര് ഞാൻ എടുത്തുകൊണ്ട് നമ്മളുടെ ഗസ്റ്റിൻ്റെ അടുത്ത് പോവാണ്. നമ്മളെ ഗസ്റ്റ് മൊത്തം ഇവിടെ ഉണ്ട്. ദിസ് ഇസ് നീര. ഇത് വൈകുന്നേരം 4 മണിക്ക് എടുത്തതാണ്. പൊളിച്ചതൊന്നും അല്ല, അതുകൊണ്ട് കള്ളൊന്നുമല്ല. ഇനി കള്ള് കുടിച്ചു എന്ന് പറഞ്ഞാൽ ആരും തുടങ്ങണ്ട. ദിസ് ഇസ് നോട്ട് കൾ. മറ്റേ മൊയിലേരില്ലേ, മൊയിലേര് തിരികെ തുടങ്ങണ്ട. ഞാനൊരു മുസ്ലിമാണല്ലോ, പിന്നെ മൊയിലേർക്ക് കൂലി കൊട്ടണ്ട. ദിസ് ഇസ് ഡയറക്ട്ലി ഫ്രം കേട്ടോ. How much is it? 200 for 1 liter. If you want for tomorrow, no, it's finished. I requested, then only he gave. Stopped. നമ്മളിവിടെ ഉണ്ട്. I'll give to this. I will give to everybody. Yeah. Tell everybody to pay. This is for trial. If we want, we have to pre-book for tomorrow.
ദിസ് ഓൺ റിക്വസ്റ്റ് ഹി പ്രൊവൈഡഡ് 1 ഗ്ലാസ് ബോട്ടിൽ. സോ നമ്മളുടെ ടീം ഇതാ ഇവിടെ എത്തി. എല്ലാവരും ടീം ആയില്ല, ജസ്റ്റ് 4 o'clock എടുത്തത്. നോ കളി അല്ലേ? നമ്മുടെ ടീം You want to sit alone and take? Then I will sit. There is a boat behind also.